ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് നമ്മുടെ അകൃത്യത്തെ കുറിച്ച് എന്താണ് ബൈബിളിൽ പറയുന്നതെന്ന് നോക്കാം. നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ അകൃത്യമുണ്ട്. അതിനെ നമ്മൾ കൂടുതൽ അതിനെ വളർത്താനിടയാക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ക്ഷമ ചോദിക്കുവാനും അത് മാറ്റുവാനും നമുക്കിടയാക്കണം. ഇപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കുറേ തെറ്റുകൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾ പോലും അറിയാതായിരിക്കും. നമ്മുടെ ജോലിക്കാരോട് കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ ലെവലിൽ താഴെയുള്ളവരോട് നമ്മൾ ഭയങ്കര അഴുക്കായിട്ട് പെരുമാറുക, അവരോട് നമ്മൾ റേസിസമൊക്കെ കാണിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള വേലക്കാരോട് അവരെന്തിനാണ് നമ്മുടെ വീട്ടിൽ വേലയ്ക്ക് വരുന്നത്? അവർക്ക് കഴിവില്ലാത്തതുകൊണ്ട്, അവർക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണം. അവരെ ആ ഒരു രീതിയിൽ കാണരുത്. അപ്പം അതേപോലെ ഓരോ കൈക്കൂലി വാങ്ങുക, വേറെ ഒരാളുടെ മുതൽ നശിപ്പിക്കുക, ഒരാൾ ആവശ്യത്തിൽ കിടക്കുന്നു, പൈസയില്ല അവർക്ക് മരുന്ന് മേടിക്കാൻ, ചികിത്സിക്കാൻ, അങ്ങനെയൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾ സഹായിക്കണം. അപ്പം നമ്മുടെ ബൈബിളിൽ പറയുന്നത് നമുക്ക് നോക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് 32:5 ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. അപ്പം നമ്മുടെ പാപം നമുക്ക് കർത്താവിനോട് അറിയിക്കണം. എൻ്റെ അകൃത്യം മറിച്ചതുമില്ല. കർത്താവിന് നമ്മുടെ എല്ലാ അകൃത്യങ്ങളും അറിയാം. എൻ്റെ ലംഘനങ്ങൾ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നമ്മളപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ പാപത്തിൻ്റെ കുറ്റം ഏറ്റു പറഞ്ഞ് ക്ഷമിച്ചതിൽ മാറുവാൻ കർത്താവിനോട് നമുക്ക് കൃപ ചോദിക്കണം. അപ്പം നമ്മുടെ 2 തെസ്സലോനിക്കർ 2:7 പറയുന്നു, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചിട്ടുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ ഈ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം. അപ്പം നമുക്ക് ആ മർമ്മം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുക. അതിൽ നിന്ന് മാറി നമുക്ക് ജീവിക്കാൻ കർത്താവ് ഇടയാകട്ടെ. സംഖ്യാപുസ്തകത്തിലെ 14:27 പറയുന്നു, യഹോവ ദീർഘക്ഷമയും മഹാദയമുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ. അപ്പം നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധിയിൽ ലംഘനം ക്ഷമിക്കുവാൻ, നമ്മുടെ അകൃത്യം ക്ഷമിക്കുവാൻ നമുക്ക് ചെല്ലണം. നമ്മളുടെ എന്ത് തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പുറപ്പാടിൻ്റെ 34:7 പറയുന്നു, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. അങ്ങനെ നമ്മുടെ എല്ലാം ക്ഷമിക്കുന്ന ഒരാൾ നമുക്കുണ്ട്. അപ്പം ആ കുറ്റം നമ്മുടെ എന്താണ് നമ്മുടെ അകത്യം നമുക്കറിയാം. അത് തിരുത്തി, അത് മാറ്റി, ആ സന്നിധിയിൽ ചെന്ന് ക്ഷമയാചിച്ച് കർത്താവിൻ്റെ നമ്മളെ കഴുകി വൃത്തിയാക്കി നമ്മളെ വഴി നടത്തുന്ന കർത്താവ് നമുക്കുണ്ട്. അപ്പോൾ ആ കൃപ പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.